അത് കൊടുത്താൽ ഫീസ് കൊടുക്കണ്ടെന്നാണ് ടീച്ചർ പറഞ്ഞത്. എടാ ശരിയാക്കി തരാടാ. എനിക്കത് കിട്ടില്ലെങ്കിൽ ഞാൻ നാളെ സ്കൂളിൽ പോകില്ലട്ടാ. എടാ നിന്നോട് ശരിയാക്കി തരാന്ന് ഞാൻ പറഞ്ഞ. നിനക്ക് സ്കൂളിൽ പോകാൻ മടിയാണെങ്കിൽ നീ അത് പറയടാ. പിന്നെ എനിക്ക് സ്കൂളിൽ പോകാൻ മടിയൊന്നുമില്ല. മടിയൊന്നുമില്ല, അതാ ഇവിടെ കഥ പറഞ്ഞോണ്ടിരിക്കണം. സ്കൂളിൽ പോടാ. നാളെ സർട്ടിഫിക്കറ്റ് ഇട്ടില്ലെങ്കിൽ എനിക്ക് നാളെ പൈസ വേണം. എടാ നീ എന്നെ വെറുതെ ദേഷ്യം പിടിപ്പിക്കരുത്. പോടാ. മാറ് വണ്ടി മുമ്പിന്ന് മാറ്. മോളെ, നീ ആ കൊച്ചിനെ മുതിർത്ത് എന്തിനാണ് ഈ കുതിര കയറുന്നത്? നിനക്ക് ആ സർട്ടിഫിക്കറ്റ് ഒന്ന് ശരിയാക്കി കൊടുത്തൂടെ? അച്ഛനെന്തോ ഒന്നും അറിയാത്തപോലെ ഇങ്ങനെ വർത്താനം പറയണത്. അതെന്താണ്? എത്ര കാലം ഞാൻ പഞ്ചായത്ത് ഓഫീസിൽ അതിന് വേണ്ടിയിട്ട് കയറി ഇറങ്ങി നടക്കണ്. ഓരോ തവണ അവിടെ ചെല്ലുമ്പോഴും അവര് ഓരോ കാര്യം പറഞ്ഞ് എന്നെ ഇങ്ങോട്ട് തിരിച്ചയക്കും. അവരുടെ മട്ടുമ്പാവൊക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ ഞാൻ ഏതാണ്ട് എന്റെ ഭർത്താവ് മരിച്ചെന്ന് കള്ളം പറയണ പോലെയാണ്. അപ്പൊ മരണ സർട്ടിഫിക്കറ്റ് കിട്ടാൻ ഇത്ര വലിയ ബുദ്ധിമുട്ടാണോ? അച്ഛ, ഇവിടുന്ന് ആശുപത്രി കൊണ്ടുപോകുമ്പോ ഓട്ടോയിൽ വെച്ചല്ലേ അങ്ങേര് മരിച്ചത്. ആശുപത്രി വെച്ചായിരുന്നെങ്കിൽ ഈ ഒരു കുഴപ്പം ഉണ്ടാവൂലായിരുന്നു. എന്ന മോളൊരു കാര്യം ചെയ്, എത്രയും പെട്ടെന്ന് മോള് പഞ്ചായത്ത് പ്രസിഡന്റിനെ ഒന്ന് പോയി കാണാൻ നോക്ക്. പഞ്ചായത്ത് ഇലക്ഷനാണ് വരുന്നത്. ഇപ്പൊ പിടിച്ചാൽ നമ്മുടെ കാര്യം സാധിക്കും. ഇത്രയും നാളായിട്ട് നടക്കാത്ത കാര്യം ഇപ്പൊ നടക്കുന്നാണ് അച്ഛൻ പറയണത്. ഏതായാലും എന്റെ പൊന്നുമോളൊന്ന് പോയി നോക്ക്. ഞാൻ അച്ഛൻ പറഞ്ഞിട്ട് കേട്ടില്ലെന്ന് വേണ്ട, ഞാൻ പോയി നോക്കാം. എന്താ സുഗതമെമ്പർക്ക് മാത്രം ചിരി വരാത്ത? എങ്ങനെ പ്രസിഡന്റ് ചിരിക്കുക? 4 പ്രാവശ്യം അടുപ്പിച്ച് ജയിച്ച വാർഡാണ് എന്റെ. ഈ പ്രാവശ്യം എനിക്ക് അവിടെ മത്സരിക്കാൻ പറ്റുമോ? അത് സംവരണ വാർഡായില്ലേ? അല്ല, അതിപ്പോ വനിതകളുടെ വാർഡാണെങ്കിൽ മൂപ്പരെ ഭാര്യനെ നിർത്തേനി അത് പറ്റില്ല. ഇനിയിപ്പൊ എന്റെ വാർഡിനെ വേണമെന്നില്ല. ഈ പഞ്ചായത്തിലെ ഏത് വാർഡിൽ നിന്നാലും ജനങ്ങൾ എനിക്കേ കുത്തും. അത് കഴിഞ്ഞ ആഴ്ചയും കൊണ്ട് എന്ത് കുത്തേ? അതിപ്പോ ചില ജനങ്ങൾ എങ്ങനെയാണ് സ്നേഹപ്രകടനം നടത്തുന്നത് നമുക്ക് പറയാൻ പറ്റില്ല. അല്ല, അതിപ്പോ സുഗത മെമ്പർ പറഞ്ഞതിൽ കാര്യമായിട്ട് മെമ്പറേ, അതായത് ഇപ്പൊ നമ്മളെ പഞ്ചായത്തിലല്ല വേറെ ഏത് പഞ്ചായത്തിലായാലും മെമ്പർമാരെ മനസ്സുകൊണ്ട് തെറി പറയാത്ത ഒരു മനുഷ്യനും ഉണ്ടാവില്ല. പ്രസിഡന്റ് അങ്ങനെ അടച്ചാക്ഷേപിക്കേണ്ട കാര്യമൊന്നുമില്ല. കാരണം 5 വർഷം ഞാൻ എന്റെ വാർഡിൽ ഭരിച്ചിട്ട് ഇന്നേ വരെ ഒരാളും ഒരു അനാശാസ്യവും എന്നോട് പറഞ്ഞിട്ടില്ല. കാഞ്ചന മെമ്പറെ, അനാശാസ്യല്ല, അനാവശ്യം. എന്തായാലും അതെന്നോട് പറഞ്ഞിട്ടില്ല. ചിരിക്കേണ്ട കാര്യമൊന്നുമില്ല. എന്ത് സംഭവിച്ചാലും 2ാം വാർഡിലെ എല്ലാ ജനങ്ങളും എന്റെ കൂടെ ഉണ്ടാവും. പിന്നെ പ്രസിഡന്റ്, നമ്മുടെ പഞ്ചായത്തിന്റെ മുമ്പിൽ സത്യാഗ്രഹിക്കില്ലേ ഉണ്ണി? മെമ്പറുടെ വാർഡിലല്ലേ? ഈശോ, ആ ചെറുക്കനൊരു തലവേദനയല്ലേ പ്രസിഡന്റ്. ഞാൻ ചോദിക്കട്ടെ മെമ്പർ, എന്തിന്റെ സൂക്കടാണോ ഓന്? ഈ 5 കൊല്ലൊക്കെ സത്യാഗ്രഹം ചെയ്യാന്ന് പറഞ്ഞാൽ ഓന് വേറെ ഒരു പണിയില്ലേറ്റില്ല. ആരെങ്കിലും കിടക്കും 5 കൊല്ലം? അയ്യോ പ്രസിഡന്റ്, അങ്ങനെ പറയല്ലേ. അവനും കുട്ടികൾക്കും കയറി കിടക്കാൻ ഒരു കിടപ്പാടും ഇല്ലാഞ്ഞിട്ടല്ലേ പ്രസിഡന്റ് ആ കാട്ടാത്ത് കടവിൽ കിടക്കണ 2 സെന്റ് അവന് പതിച്ചു കൊടുത്തൂടെ? അല്ല, അങ്ങനെ നമുക്ക് കൂട്ടായിട്ട് തീരുമാനം എടുക്കാൻ പറ്റുമെങ്കിൽ എടുത്തോളാം. അല്ല, ഇനിയിപ്പോ അതിന്റെ ഒരു കാര്യത്തിന് ഇറങ്ങിയിട്ട് ഒന്നും കിട്ടിയില്ലെങ്കിൽ കാര്യാക്കണ്ട. ഈ ഒരു സമയത്ത് അത് ചെയ്യുന്നതല്ല. കിട്ടായി ഒന്നും ഇല്ലെന്നേ ഞാൻ സംസാരിച്ചിട്ടുണ്ട്. നമ്മൾ എന്തെങ്കിലും ഒന്ന് ചെയ്താലേ അത് ചെയ്തോടും ഉണ്ട്. എന്നാ പിന്നെ നമുക്ക് ചെയ്താളാം. നമുക്ക് അതിന് ഐശ്വര്യമായിട്ട് ഇപ്പൊ വരുന്നത് കേരളപ്പിറവി ദിനാണല്ലോ. കേരളപ്പിറവി ദിനത്തിൽ നമ്മൾ ആ തീരുമാനം എടുത്തത്. അപ്പൊ ഒരു തലവേനായിട്ട് ഒഴിഞ്ഞിട്ടുണ്ട്.